മനസ്സിലായി, എല്ലാവർക്കും ആരാണെന്ന് മനസ്സിലായി, എന്നെ തുറന്നു പോകും. കാരണം എല്ലായിടത്തും അറിയിപ്പ് കൊടുത്തു എന്ന് ഒരു കൗൺസിലറായ ഗിരികുമാർ, ആ കൗൺസിലർ എവിടെ നിന്നാണ് അങ്ങനെ ഒരു അറിവ് കിട്ടിയത്? എനിക്ക് അങ്ങനെ ഒരു അറിവ് കിട്ടിയില്ല. ഇന്നും പറഞ്ഞത് എന്താണ്? പ്രധാനമന്ത്രിയുടെ ഫോട്ടോ, എന്നിട്ട് ഇപ്പൊ പറയുന്ന PMAY ലോഗോ. ഇത് ആദ്യമേ നമ്മൾ പറയാണ് PMAY ലോഗോ വയ്ക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഒരു ആരോടും പറയാതെ കൊണ്ടുവച്ച് നടത്തിയ പരിപാടി വളരെ മോശമായ പരിപാടിയാണ്, ജനാധിപത്യത്തിന് പറ്റിയതല്ല ഇത്. പരസ്യമായി എത്രയോ കവല പ്രസംഗങ്ങൾ നടത്തിയിരിക്കുന്നു, രാഷ്ട്രീയ പ്രസംഗങ്ങൾ നടത്തിയിരിക്കുന്നു, കൗൺസിൽ യോഗത്തിൽ പറഞ്ഞിരിക്കുന്നു. നമുക്ക് എന്ത് പരിപാടി ഉണ്ടെങ്കിലും അതാത് കമ്മിറ്റികൾ അറിയിക്കുകയും കമ്മിറ്റിയിൽ നിന്ന് മേയറുടെ എന്ത് ചോദ്യം ചോദിച്ചാലും മറുപടി പറയാൻ വേണ്ടി ഇരിക്കുകയാണ്. ബാക്കിയുള്ളവരെ മേയറായിട്ട് ഇനി മനസ്സിൽ അവർ കണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മളെ കുറ്റമല്ല. അതെ, രണ്ടു ഒന്ന് തന്നെ. അങ്ങ് തുറന്നോളൂ. മനസ്സിലായി, എല്ലാവർക്കും ആരാണെന്ന് മനസ്സിലായി, എന്നെ തുറന്നോളൂ. സാറേ, ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ 10 വർഷത്തിന് മുമ്പ് കൗൺസിലറായിരുന്നതാണ്. ആ കാലഘട്ടങ്ങളിൽ ഇവിടെ ഏത് പരിപാടി നടന്നാലും എല്ലാ കൗൺസിലർമാരെയും വീട്ടിൽ പോയി ബഹുമാനപ്പെട്ട മേയർ ഒന്ന് കണ്ടിന്യൂള്ളാം. ഞാൻ കേൾക്കില്ല. അല്ലല്ല, ഞാൻ കേൾക്കാം. ഒരാൾ പെർമിഷൻ ചോദിച്ചതിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ ഏത് പരിപാടി നടന്നാലും കൗൺസിലർമാരെ നേരിട്ട് വിളിച്ച് പറയുകയും നോട്ടീസ് വീട്ടിൽ എത്തിക്കുകയും ചെയ്തതാണ് പതിവ്. ഇപ്രാവശ്യം ഞാൻ ഇന്നലെ എൻ്റെ വാർഡിലുള്ള ഒരു കുട്ടി ഇങ്ങനെ ചോദിക്കുമ്പോഴാണ്, ഇങ്ങനൊരു ലിസ്റ്റ് ഉണ്ടോ, ഇങ്ങനൊരു ഇത് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. യഥാർത്ഥത്തിൽ ആ ലിസ്റ്റ്, ഈ ലൈഫ് പദ്ധതി ലിസ്റ്റ് ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നഗരസഭയെ അറിയിക്കേണ്ടതായിരുന്നു. നഗരസഭ കൗൺസിലർ അറിയിക്കേണ്ടതായിരുന്നു, കൗൺസിലർമാർക്ക് തരേണ്ടതായിരുന്നു. അത് തരാതെ ഇതൊരു ആരോടും പറയാതെ കൊണ്ടുവച്ച് നടത്തിയ പരിപാടി വളരെ മോശമായ പരിപാടിയാണ്, ജനാധിപത്യത്തിന് പറ്റിയതല്ല ഇത്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ മോഡിയുടെ പടം വെച്ചാലും പിണറായിയുടെ പടം വെച്ചാലും പാവപ്പെട്ടവർക്ക് വീട് കൊടുക്കുക എന്നുള്ളതാണ് UDFന്റെ ലക്ഷ്യം. അത് നടപ്പിലാക്കുക എന്നുള്ള ലക്ഷ്യം. നിങ്ങൾ രണ്ട് തമ്മിൽ അടിച്ചിട്ട് ഈ വീട് ഇല്ലാതാക്കാൻ നോക്കണ്ട, പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുന്നതിനെ സംബന്ധിച്ചുള്ള ആവശ്യമായ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ. ഈ അംഗങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതും കാര്യങ്ങൾ പറയുന്നതും ബഹുമാനപ്പെട്ട മേയറുടെടുത്താണ്. അപ്പോൾ അതിന് കൃത്യമായ മറുപടി തരേണ്ട ഉത്തരവാദിത്വം മേയർക്കുണ്ട്. മേയറാണ് അത്ര ഉത്തരവാദിത്വമായിട്ടുള്ള മറുപടി തരേണ്ടത് മേയറാണ്. ഇവിടെ അംഗങ്ങൾക്ക് അറിയിപ്പ് കിട്ടിയില്ല എന്ന് എല്ലാ അംഗങ്ങളും ഒരേ കണക്ക് പറയുകയാണ്. എല്ലാ സ്ഥലത്തും അംഗങ്ങൾക്ക് എല്ലായിടത്തും അറിയിപ്പ് കൊടുത്തു എന്ന് ഒരു കൗൺസിലറായ ഗിരികുമാർ, ആ കൗൺസിലർ എവിടെ നിന്നാണ് അങ്ങനെ ഒരു അറിവ് കിട്ടിയത്? എനിക്ക് അങ്ങനെ ഒരു അറിവ് കിട്ടിയില്ല. എല്ലാവർക്കും ഈ അറിയിപ്പ് കൊടുത്തു എന്ന് എല്ലാ ചെയർമാൻമാരുടെയും എല്ലാ വകുപ്പിൽ നിന്നും അറിയിപ്പ് കൊടുത്തെന്ന് ഗിരികുമാറാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇതിനൊന്നും മറുപടി പറയാൻ മേയർക്കും ഡെപ്യൂട്ടി മേയർക്കും അറിഞ്ഞൂടെ? ഇവിടെ ബഡ്ജറ്റ് അവതരിപ്പിച്ച ഡെപ്യൂട്ടി മേയറാണ്, മറുപടി പറഞ്ഞത് മറ്റുള്ളവരാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ മറുപടി പറയുന്നതിനെ സംബന്ധിച്ച് നമുക്ക് പ്രശ്നമില്ല, അവർ മറുപടി പറയാം. പക്ഷെ ഈ സഭയ്ക്കകത്ത് മേയറുടെ എന്ത് ചോദ്യം ചോദിച്ചാലും മറുപടി പറയാൻ വേണ്ടി ഇരിക്കുകയാണ്. ബാക്കിയുള്ളവരെ മേയറായിട്ട് ഇനി മനസ്സിൽ അവർ കണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മളെ കുറ്റമല്ല. ഇനിയിപ്പോ അങ്ങനെ 12 ഞാൻ അതൊന്ന് വായിക്കാം, ഒന്ന് കേൾക്കണം. The mission will undertake various information, education and communication (IUC) activities at national level for widespread discrimination of the scheme. State UT ULB will also undertake various awareness activities for wide discrimination among all stakeholders. State UT ULB will mandatorily display the PMAYU20 logo promptly in front of all the housing units constructed under the scheme. അത് ബ്രാൻഡിംഗ് ആണ്, അതാണ് ഇവിടുത്തെ പ്രശ്നം. ആ ബ്രാൻഡിങ്ങിനെ സംബന്ധിച്ച് ഇന്നും പറയുന്നുണ്ട്. ഇത് അല്ലാതെ ഈ റൂൾസിനകത്ത് എവിടെയെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് PMന്റെ പടം വെക്കണമെന്ന് ആരും ഡിസ്പ്യൂട്ട് ചെയ്യുന്നില്ല. ഇത് ബ്രാൻഡ് ചെയ്ത് ഈ ലോഗോ ഇതിന്റെ ഫ്രണ്ടില് വെക്കണമെന്ന് പറയുന്നതിനകത്ത് മാത്രമാണ് നമുക്കുള്ള തർക്കം എന്ന് പറയുന്നത്. അതിനെതിരായിട്ടാണ് ഗവൺമെന്റ് എടുത്തത്. അതോടെ ഈ പറയുന്നത് അദ്ദേഹം സംസാരിച്ച് അരമണിക്കൂറായി കാണുമോ? ഇന്നും പറഞ്ഞത് എന്താണ്? പ്രധാനമന്ത്രിയുടെ ഫോട്ടോ, എന്നിട്ട് ഇപ്പൊ പറയുന്ന PMAY ലോഗോ. ഇത് ആദ്യമേ നമ്മൾ പറയാണ് PMAY ലോഗോ വയ്ക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ആ ലോഗോ എന്താണെന്ന് ഉയർത്തി കാണിച്ചതാണ്. അല്ല, പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വയ്ക്കണമെന്ന് നിങ്ങൾ പരസ്യമായി എത്രയോ കവല പ്രസംഗങ്ങൾ നടത്തിയിരിക്കുന്നു, രാഷ്ട്രീയ പ്രസംഗങ്ങൾ നടത്തിയിരിക്കുന്നു, കൗൺസിൽ യോഗത്തിൽ പറഞ്ഞിരിക്കുന്നു. കൗൺസിൽ യോഗത്തിൽ ബഹുമാനപ്പെട്ട മേയർ ഇപ്പോഴും പറയുന്നു, കൗൺസിൽ യോഗത്തിൽ ഇത് പറഞ്ഞതിനെതിരെ ഖണ്ഡിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നും ആ നിലപാടിൽ നിൽക്കുന്നത്. ഇനി ജീവിതകാലം മുഴുക്കെ അങ്ങയുടെ ഈ നിലപാടിനെതിരെ ഞാൻ നിൽക്കും. അത് തെറ്റാണ്, നിങ്ങൾ സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. ഇപ്പൊ വളരെ കൃത്യമായി പൊളിച്ചടിക്കില്ലേ?
സാർ ഒരു കാര്യം കൂടി, നേരത്തെ ഒരു കൗൺസിൽ അംഗം, ഇപ്പോഴത്തെ കൗൺസിൽ അംഗം പറഞ്ഞു അദ്ദേഹം സർവേ നടത്തിയെന്ന്. ഇങ്ങനെ ഒരു സർവേ നടത്താൻ ആരാണ് അവരെ ചുമതലപ്പെടുത്തിയത് മുൻകാലങ്ങളിൽ? അങ്ങനെ ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ അന്വേഷിക്കണം. ഈ പറയുന്ന കുടുംബശ്രീ എല്ലാ വാർഡിലും ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ കൗൺസിലിലെ ഞാൻ അംഗമായിരുന്നു. ഞാൻ എന്റെ വാർഡിലും കുടുംബശ്രീ ഉണ്ടായിരുന്നു. ADS കമ്മിറ്റിയുടെ രക്ഷാധികാരിയാണ് കൗൺസിലർമാർ. ഈ ADS കമ്മിറ്റിയുടെ രക്ഷാധികാരി എന്ന രീതിയിൽ പറയുന്നു, ഒരിടത്ത് പോലും ഇങ്ങനെ ഒരു അന്വേഷണം നടത്തിയതായിട്ട് നമ്മളുടെ ആരെയും അറിവില്ല. അന്ന് ശ്രീകാര്യം കൗൺസിലർ CPM-ന്റെ കൗൺസിലറായിരുന്നു. അപ്പൊ അവിടെ ഇങ്ങനെ അന്വേഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം. അന്വേഷിക്കുമ്പോൾ ഇങ്ങനെ തെറ്റായിട്ടുള്ള വിവരം ഏതെങ്കിലും വീട്ടിൽ പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ സർവേയുടെ റിപ്പോർട്ടിൽ തെറ്റായിട്ടൊരു അംഗം ഏതെങ്കിലും വീടുകളിൽ പോയി ഇങ്ങനെ തെറ്റായി ധരിപ്പിച്ചുകൊണ്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതും അന്വേഷിക്കണം. വാസ്തവത്തിൽ മേയറിനറിയാം, കഴിഞ്ഞ ടൈമിലൊക്കെ നമുക്ക് എന്ത് പരിപാടി ഉണ്ടെങ്കിലും അതാത് കമ്മിറ്റികൾ അറിയിക്കുകയും കമ്മിറ്റിയിൽ നിന്ന് ക്ലർക്ക് എല്ലാം അതാത് കമ്മിറ്റിയിലുള്ള കൗൺസിലർമാരെ വിളിച്ച് പറയുമായിരുന്നു. ഇപ്രാവശ്യം അത് ഉണ്ടായില്ല. പിന്നെ ഞായറാഴ്ച PDF വന്നു, ശരിയാണ്. പക്ഷേ ഒരുപാട് പേരുണ്ട് വാട്സപ്പിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാത്തവരുണ്ട്, ചിലപ്പോൾ വല്ലപ്പോഴും കയറി നോക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് കൃത്യമായിട്ടും അതാത് കമ്മിറ്റികൾ വഴി അത് കർശനമായിട്ടും കമ്മിറ്റികൾ വഴി നിർദ്ദേശം കൊടുക്കണം. വിളിച്ച് പറയുന്നില്ല, അതൊരു സത്യമാണ്. അത് കാരണം എനിക്ക് തന്നെ വേറൊരു അനുഭവം ഉണ്ടായി. എന്നെയും എൻ്റെ കമ്മിറ്റിയിൽ നിന്ന് വിളിച്ച് പറഞ്ഞതല്ല, ഞാൻ ഈ PDF കണ്ടിട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴാണ് നമ്മുടെ മേയർ സെക്ഷനിൽ നിന്നാണ് ആ PDF ഇട്ടത്. അത് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴാണ് ഈ പ്രോഗ്രാം കണ്ടത്. അപ്പോൾ പലരും എന്നോട് പറഞ്ഞു ഇന്നത്തെ പരിപാടിക്ക് നമ്മളെ വിളിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് ഇട്ട് കൊടുക്കുകയായിരുന്നു. സൺഡേ ഇട്ടു എന്നുള്ളതും കൂടെ ചേർത്ത് ഞാൻ ഇട്ട് കൊടുത്തു, PDF ഓപ്പൺ ചെയ്യാതെ. അപ്പോൾ തീർച്ചയായിട്ടും കൃത്യമായിട്ടും അതാത് കമ്മിറ്റികളിൽ നിന്ന് കർശനമായിട്ട് നിർദ്ദേശം കൊടുക്കണം.